എൻ്റെ അളിയ, നിങ്ങൾ ഇന്ന് വരെ ബീഫ് കിട്ടിട്ട് അടി കിട്ടാൻ പോയി കേട്ടെങ്കിലും എനിക്ക് കിട്ടാൻ പോയടാ. എൻ്റെ മോനെ, ഞാൻ ഇന്നലെ ഒരു ബീഫ് ഫ്രൈ വാങ്ങി പി ജിയിലേക്ക് പോയി. കുക്ക് ചോദിച്ച് എന്താ ഇത്, ഞാൻ പറഞ്ഞു ബീഫ്. ഞാൻ ചോദിച്ചോനും കൊടുക്കാലോ. ബീഫ് എന്ന് പറയലൂ, ഓ പി ജിയിൽ എല്ലാവരും പോയി വിളിക്കുന്നു. ആദ്യം ഞാൻ കുറെ പറഞ്ഞു എൻ്റെ ഹിന്ദി വെച്ചിട്ട്, ഇന്ത്യ ഹം മാലും ക്യാ കാനായെന്നെല്ലാം പറഞ്ഞു. അന്നേരമാണ് ഞാനും ആലോചിക്കുന്നത്, പടച്ചോനെ ഇവിടെ ആകെ ഞാൻ മാത്രമല്ല മലയാളി. ഞാൻ വീണടം വിഷ്ണു ലോകം എന്ന് വെച്ചിട്ടാണ് ഞാൻ പോക്ക്. പടച്ചോൻ്റെ കുതിരത്തുണ്ട് തന്നെ പറയാലോ. ആ ബീഫ് വാങ്ങുമ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞു കുറച്ച് ചാറും കുറച്ച് ഉള്ളിയും കൂടി അധികം ഇട്ടോ. അത് കൊണ്ട് മാത്രം ആ കൈതകൾക്ക് തിരിഞ്ഞില്ല ഇത് ബീഫാണ്. ഈ കുതിരകളിൽ പോത്തിനെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ഈ പോത്തിനെ കറി വെച്ചിട്ട് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എല്ലേ മോനെ, ഇന്നലെ അടിയേന് ചെന്നൈന്ന്. എടാ ചെന്നൈയാടാ, നോർത്ത് ഇന്ത്യ കൂടിയല്ല. പക്ഷേ ഈ കുതിരകളെല്ലാം കൂടി എൻ്റെ പി ജിയിൽ ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ വിട്ടും പോയി. എടാ ഇനിയൊന്ന് ആലോചിക്കണോ, ഓയെ കുതിരക്ക് കൊടുക്കുന്ന ഏതാ 150 റുപ്യേൻ്റെ ഒരു ബ്രാൻഡ് എടുത്തിട്ട് അതടിക്കൂ. അമ്പാക്കും 4 നേരം ചുരണ്ടി വെക്കും. അതും പോരേറ്റ് പോകാം. ഇതില്ല ആട്, അത് കഴിക്കും. ചിക്കൻ കഴിക്കും, മുട്ട കഴിക്കും, ഇതെല്ലാം കഴിക്കുമേ. പോത്തിലേക്ക് വരുമ്പം ആഹാ ഗോമാത. എന്ത് ഗോമാതാടാ. എടാ ഇതിനെല്ലാം കൊന്നിട്ട് നിന്ന്. എന്നാൽ പിന്നെ അതുപോലെ തന്നെ അല്ലേ ഇതു. ഓരോരുത്തർ ഇതാണ്. പക്ഷെ ഇത് ഇന്ത്യ ആടാ. ഇത് ഓൻ്റെ മറ്റേ നോർത്ത് ഇന്ത്യ അല്ലടാ. എന്നാൽ ചെന്നൈയിലെല്ലാം വെച്ചിട്ട് ബീഫ് തിന്നതിന് അടി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ പണ്ട് ഞാനെത്ര സമരങ്ങൾക്ക് പോയി കറിയാം നിങ്ങൾക്ക്. ഈ ബീഫിന് എതിരെ ബീഫിൻ്റെ കറി വെച്ച് സ്റ്റാൻഡ് നിന്നിക്ക് ഞാൻ. ആ സമര പോരാട്ടമല്ല എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റക്കായി പോയല്ലോ, അടി കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല.